ഹലോ ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൂനാനഗർ വിശേഷമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യാത്രാ വിശേഷങ്ങളായാലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളത് അറിയിക്കുക. അപ്പോൾ വീഡിയോ കാണാം. നമ്മളിപ്പോൾ നിപ്പാനിയിലാണ് ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ബോർഡറായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കണം. നമ്മൾ മാഹിയിൽ നിന്ന് ആക്കി പോകുന്നതാണ് ഡീസൽ. ഇത് നമ്മൾ ഡീസൽ ഫുള്ളാക്കി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഡീസൽ ഫുള്ളടിച്ചിട്ട് പോകണം. ഇനി തിരിച്ച് നമ്മൾ കർണാടക കയറിയിട്ട് ഡീസൽ അടിക്കുള്ളൂ. ഇവിടെ നമുക്ക് 89.32 ഡീസലിൻ്റെ റേറ്റ് വരുന്നത്. മാഹിയിൽ നമ്മൾ 83 റേറ്റ്. ഇപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീസൽ ഫുള്ളായിട്ടുണ്ട്. നമുക്കിവിടെ 22,192 248 ഡീസലാണ് വന്നത്. നമ്മളിപ്പോൾ ഡീസലൊക്കെ അടിച്ച് പോകുന്നു. ഇപ്പോൾ അത് നിപ്പാനിയിലുള്ളൊരു ചെറിയ ചുരം മാതിരിയുള്ളൊരു സ്ഥലമാണ്. ഇത് കയറ്റിറക്കം കുറക്കാൻ വേണ്ടിയിട്ട് പാലമ്പനൊക്കെ നടക്കുന്നുണ്ട്. എന്ന കാലമായി കിട്ടാനാവോ. ഭയങ്കര നല്ല ഹൈറ്റിൽ പാലമ്പനൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കർണാടക RT ആണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്രൻ്റെ RT കിട്ടും. മഹാരാഷ്ട്ര ബോർഡർ ആയി ഇവിടെ കൊണ്ട് കർണാടക തീരുകയാണ്. ഇവിടെ 300 റുപ്യ നമുക്ക് ചാർജ് വരുന്നത് 12 വീലിന്. അപ്പോൾ ഇതാണ് മഹാരാഷ്ട്ര RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇങ്ങനെ ചുറ്റി പോണ വണ്ടി. പൈസ കൊടുത്ത് അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ പോകണം. അമ്മീന് പൈസ കൊടുക്കാൻ പോയിക്കണം. 500 റുപ്യ നമുക്ക് ഇവിടെ RTOൻ്റെ പൈസ വരുന്നത്. അപ്പോൾ നമ്മൾ പൂന എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ടാവും പൂന. നമുക്കതിന് മുമ്പ് ഒരു ഗുഹ കയറി പോവാണ്, ടണൽ. അപ്പം നമ്മൾ ഗുഹൻ്റെ ഉള്ളിൽ കയറുകയാണ്. ആക്സിഡന്റ് പ്രോൺ ഏരിയ, ന്യൂട്രൽ തിയറിൽ പോകരുതെന്നാണ്. അപ്പോൾ ഇതാണ് ഗുഹ. നല്ല നീളമുണ്ട്. അത്യാവശ്യം നല്ല നീളമുണ്ട് ഗുഹക്കന്. ഭയങ്കര ഒച്ചയാണ്, ചെവിയൊക്കെ അടിയണുണ്ട്. ഒരു ഒരമ്പക്കം തീർന്നു, ഗുഹ തീർന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സൈറ്റിൽ എത്തിക്കണു. നേരം 3 മണിയായി. ഒരു 7 മണിയാവും പണിക്കാർ വരാൻ. 7 മണിക്ക് വരുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ 8-9 ആവും. അപ്പോൾ പണിക്കാർ വരുവോളം നമുക്ക് കടക്കാം. എന്താ മീനെ? അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഷോപ്പ്. ഇതാണ് ഗ്രീൻ ലാബ്. അപ്പോൾ ഇനി പണിക്കാർ വരട്ടെ, അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മൾ ഷെഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടാണ്, റോട്ടിലേക്ക് ഇറക്കിയിട്ടാണ്. കാരണം അവർക്ക് വേറെ വണ്ടികൾ വരാനുണ്ടാവും. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് കാണണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വാടക വാങ്ങണം. വാടക വാങ്ങിയിട്ട് പിന്നീട് നമുക്ക് നഗരമാണ് പോകാനുള്ളത്. നഗര ഓഫീസിലാണ് നമുക്ക് പോകാനുള്ളത്. ഒരു TN ഗാഡി ഉണ്ട് അവിടെ. വേറെ ഏതൊരു കമ്പനിക്ക് വന്നാണ്. അതും കാലിയായിക്കണം, പുറത്തിറക്കി ഇട്ടിക്കണം. അപ്പോൾ നമുക്ക് നഗരം പോകണം. വാടക ഇട്ടിട്ട് നഗരം പോകണം. 12:30 മണിയായി ലോഡ് ഇറക്കി കഴിയാൻ. പിന്നെ നമ്മൾ നഗറിൽ നിന്ന് ഓഫീസിൽ നിന്നാണ് നമുക്ക് ലോഡ് എടുക്കൽ. പിന്നെ നഗർക്ക് പോകണം. അപ്പോൾ നമ്മൾ നഗറിലെത്തിയിട്ടുണ്ട്, അഹമ്മദ്നഗറിലെത്തിയിട്ടുണ്ട്. അഹമ്മദ്നഗറിൽ പാർക്കിങ്ങിലാണ്, ഓഫീസിൻ്റെ അടുത്ത പാർക്കിങ്ങിൽ. ഒരുപാട് വണ്ടികളാണ്. എല്ലായിടത്തും ലോഡ് വളരെ മോശമാണ്.
എപ്പോഴപ്പോൾ ലോഡൊക്കെ ആയി കിട്ടാന്നാവും. ഏതായാലും നോക്കണം. അപ്പോൾ ഓഫീസിൽ ആളെത്തിയിട്ടില്ല. ഓഫീസിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓഫീസിൽ ആളെത്തിയിട്ടില്ല. 10 മണിയായി. ഓഫീസിൻ്റെ മുമ്പിൽ ടാറ്റൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. ഓഫീസിൻ്റെ ബാക്കിൽ ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. ലേലൻഡിൻ്റെ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ലേലൻഡിൻ്റെ സർവീസ് സെൻ്റർ. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നഗർ മാർക്കറ്റിൽ നിന്നാണ് ലോഡ് കയറ്റാറുള്ളത്. ഇത് നഗർ മാർക്കറ്റാണത്. അപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ വരി നിൽക്കണം. ഓരോരോ വണ്ടികളങ്ങനെ കയറുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി നിർത്തിയേക്കാണ്. പാർട്ടി വിളിക്കും, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റുള്ളൂ. നമ്മൾ കോഴിക്കോട് ചേളാരിക്കാണ് നമുക്ക് ലോഡായിട്ടുള്ളത്. പാർട്ടി വിളിക്കുമ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് കയറി പോകണം. 2 ദിവസം നമ്മളിവിടെ ലോക്കായിട്ടുണ്ട്. ലോഡൊക്കെ വളരെ കുറവാണ്. ഇവിടെ സാധനത്തിന് വില കൂടുതൽ, നാട്ടിലെ സാധനത്തിന് വില കുറവാണ് പറഞ്ഞത്. ഏതായാലും നോക്കണം. പാർട്ടി വിളിക്കുമ്പോൾ ഉള്ളിൽ കയറണം. പാർട്ടി വിളിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മളപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. വൈകുന്നേരമാണ് കയറിയത് കേട്ടോ. 6 മണി കഴിഞ്ഞു. അപ്പോഴാണ് പാർട്ടി വിളിച്ചത്. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ലോഡിങ് തുടങ്ങിയാണ്. ഈ ട്രാക്കിൽ ഇങ്ങനെ ബാക്കി വെച്ചിക്കാണ്. ഇനി അങ്ങനെ മുന്നേക്ക് പോകും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തിന് നമുക്ക് ലോഡായി കിട്ടും. അങ്ങനെ നമുക്ക് മുന്നേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ കയറ്റി അവിടെ എത്തുമ്പോഴത്തിന് നമുക്ക് ലോഡാവുമെന്നാണ് കരുതുന്നത്. ഏതായാലും ലോഡ് കയറ്റട്ടെ. അപ്പോൾ ഓടിച്ചാടി പണി നടക്കുന്നുണ്ട്. പണിക്കാർ ഓടുണ്ട് ചാക്കും കൊണ്ട്. അങ്ങനെ ഇടക്കോ 2 ഉള്ളിലൊക്കെ എടുത്തോ, നമുക്ക് കറി ഉണ്ടാക്കാനേ. അപ്പോൾ നമ്മളെ ലോഡ് ആ ഷെഡിൽ നിന്ന് ഫുള്ളായിട്ടില്ല. ഏകദേശം പകുതിയിലധികമായി. അത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു. മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും. സാധാരണ ഇങ്ങനെ നടന്ന് കയറ്റലാണ്. ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ലോഡിങ്ങാണ്. ഇവിടെ ഓരോ ദിവസമാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് വ്യാഴാഴ്ച മാർക്കറ്റാണ്. ഇവിടെയൊക്കെ വണ്ടികൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ടോ. മാർക്കറ്റൊക്കെ കാലിയായി. വണ്ടികളും പോയി, സാധനങ്ങളും പോയി, എല്ലാം കാലിയായി. നമ്മൾ വണ്ടി ലോഡ് കയറ്റി നിൽക്കുകയാണ്. നമ്മൾ പുറപ്പെടുകയാണ്. അപ്പം നേരെ ചേളാരി. അപ്പോൾ പുറപ്പെട്ടെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പരിചയക്കാരൻ്റെ വണ്ടി ഇവിടെ കണ്ടപ്പോൾ ഒന്ന് നോക്കട്ടെ. നമ്മളൊരു ചങ്ങാതിയാണ്. നമ്മൾ ചങ്ങായി ഉബൈദിൻ്റെ വണ്ടിയാണ്. ലോഡൊക്കെ അയക്കാണ് നിൽക്കുകയാണ്. പുറപ്പെടാൻ അയക്കണോ ചോദിക്കാം, ഒരുമിച്ച് പോകാമല്ലോ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി പുറത്തിറങ്ങിയപ്പോൾ പോന്നു. ഒരു 10-15 കിലോമീറ്റർ ഓടി പോന്നു. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ലേശം കുറവായതുകൊണ്ട് 2 റൊട്ടി വാങ്ങാതിരുന്നത് ആബിയിൽ കയറിയത്. 2 റൊട്ടി വാങ്ങിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം രാത്രിക്കത്തെ. അവിടെ കുറച്ച് മുന്നിലങ്ങനെ നിർത്തിയിട്ടുണ്ട്. കൂടുതൽ വണ്ടി മുമ്പിലുണ്ട്. പിന്നൊരു വണ്ടിയും കൂടി ഉണ്ട് അവിടെ, കേരള വണ്ടി. അത് ഇപ്പോൾ എത്തുമെന്ന് കരുതുന്നുണ്ട്. നമ്മൾ നടന്നോളി, ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ എത്തിയായിരിക്കും. അപ്പോൾ റൊട്ടി പാർസൽ വാങ്ങിയിട്ട് കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ചാണ്ട് യാത്ര തുടർന്നു. ഞാൻ റെസ്റ്റ് എടുക്കായിരുന്നു. അമീനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എത്തിയപ്പോൾ
എന്താ ചോദിച്ചപ്പോൾ എന്താ ഒരു വണ്ടിക്കാരൻ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാ, പഞ്ചറായി എന്താ പറഞ്ഞു. ഇതാണ് ഉബൈദിൻ്റെ വണ്ടിയാണത്. നോക്കട്ടെ എന്താണുള്ളത്. നമ്മളെ പള്ളത്തേരെന്ന് പേരുള്ള വണ്ടിയാണ്. പഞ്ചറായതാ തോന്നുന്നുണ്ട്. വണ്ടി പഞ്ചറായതാണ്. ശരിയാക്കട്ടെ. അപ്പോൾ നമ്മൾ കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. ബൊബലാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എന്താ മുന്തിരിപ്പാടം കണ്ടപ്പോഴേ ഒന്നിങ്ങനെ നിർത്തിയതാണ്. മുന്തിരി ഇങ്ങനെ പൂത്ത് വളഞ്ഞ് നിൽക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതാണ് കേട്ടോ മുന്തിരിപ്പാടാണ്. നല്ല മുന്തിരി എല്ലാം വളഞ്ഞായിട്ടുണ്ട്. പാടങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇപ്പം നമ്മൾ വിജയപുര പമ്പിലാണ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ഡീസൽ അടിക്കണം. ബാക്കി നമുക്ക് മാഹിയിൽ പോയിട്ടാണ് ഫുള്ളാക്കുക. മാഹിക്കെത്താനുള്ള ഡീസൽ ഇവിടുന്ന് കുറച്ചടിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.